ഹലോ സ്റ്റുഡൻസ്, വെൽക്കം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എങ്ങനെയാണ് ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. കമ്പാരിറ്റീവ്ലി വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പ്രോബ്ലം ആണിത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. സോൾവ് ദ ഫോളോയിങ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം യൂസിങ് ഗ്രാഫിക്കൽ മെത്തേഡ്. ഇതൊരു മാക്സിമൈസേഷൻ പ്രോബ്ലം ആണ്. നമ്മളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇതാണ്. നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ z is equal to 7x1 plus 6x2. Subject to the constraints x1 plus x2 is lesser than or equal to 4, 2x1 plus x2 lesser than or equal to 6, where x1 and x2 is greater than 0. എന്ന് വെച്ചാൽ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിന്റ് എല്ലാം x1 x2 പോസിറ്റീവ് വാല്യൂസ് മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ നമ്മൾ കണ്ടു ഒരു മാക്സിമൈസേഷൻ പ്രോബ്ലം ആണ്. നമുക്കിത് സോൾവ് ചെയ്യാൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ സൊല്യൂഷൻ നമുക്ക് ആദ്യം തന്നെ നമ്മളുടെ കൺസ്ട്രെയിൻസ് എടുക്കാം. ഫസ്റ്റ് കൺസ്ട്രെയിൻ x1 plus x2 is lesser than or equal to 4. നമുക്ക് അതിനെ ജസ്റ്റ് ഈക്വാലിറ്റിയിലേക്ക് മാറ്റാം. സോ x1 plus x2 is equal to 4 എന്ന് എടുക്കാം. നൗ നമുക്ക് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ x1ഉം x2ന്റെയും വാല്യൂസ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമുക്ക് x1 0 ഇടും. x1 0 ഇടുമ്പോൾ x2ന്റെ വാല്യൂ എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ വെൻ x1 is equal to 0, x2 is equal to എത്രയാണെന്ന് കണ്ടുപിടിക്കണം. സോ നമുക്ക് ഇത് ഇക്വേഷൻ 1 എന്ന് ഇട്ടിട്ട് നമുക്ക് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വെൻ x1 is equal to 0, 0 plus x2 is equal to 4, which means x2 is equal to 4. So when x1 is equal to 0, x2 is equal to 4. x2 4 ആണ് കിട്ടുക. When x2 is equal to 0, ഇനി x2ന് 0 കൊടുക്കാം. When x2 is equal to 0, x1 is equal to എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് x2ന് 0 കൊടുക്കാം. So x1 plus 0 is equal to 4, which means x1 is equal to 4. So x2 0 കൊടുക്കുമ്പോൾ x1 is equal to 4. അപ്പോൾ നമുക്ക് രണ്ട് പോയിന്റ്സ് ലഭിച്ചു. x1ന് 0 4ഉം x2ന് 4ഉം 0ഉം. ഞാനൊരു ഗ്രാഫ് ഷീറ്റ് എടുക്കുകയാണ്. നമുക്ക് ഇനി ഗ്രാഫിൽ നമ്മളുടെ പോയിന്റ്സ് പ്ലോട്ട് ചെയ്യാം. ആദ്യത്തെ പോയിന്റ് 4 0 ആണ്. ഇത് x, this is x1, this is x2. 4 0 x1ൽ 4 x2 0. ഇതാണ് നമ്മുടെ 4 0. അടുത്ത പോയിന്റ് 0 4 ആണ്. 0 4 നമുക്ക് രണ്ട് പോയിന്റ്സ് ലഭിച്ചു. ഇനി ഈ പോയിന്റ്സ് തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്യാം. കണ്ടിന്യൂ ചെയ്യാം. ഇനി അടുത്തത് ടേക്ക് ദ നെക്സ്റ്റ് വൺ. സെക്കൻഡ് കൺസ്ട്രെയിൻ ഏതാണ്? 2x1 plus x2 is equal to 6 എന്ന് കൊടുക്കും. This is the second equation. Now ഇതിൻ്റെ അകത്ത് when x1 is equal to 0, when x1 is equal to 0, x1 0 കൊടുക്കുമ്പോൾ 0 2 into 0 plus x2 is equal to 6, which means x2 is equal to 6. അതുപോലെ when x2 is equal to 0, x2 0 കൊടുക്കുമ്പോഴോ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2x1 plus 0 is equal to 6. So x1 is equal to 6 divided by 2, that is equal to 3. So x2 is equal to 3. നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂസ് നമ്മളുടെ സെയിം ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാം. നമ്മളുടെ കിട്ടിയിരിക്കുന്ന വാല്യൂ 3 0 ആണ്. ഇതാണ് നമ്മുടെ 3 0. അടുത്തത് 0 6 ആണ്. 0 6 ആണ്. ഈ രണ്ട് പോയിന്റ്സും തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്യാം. അങ്ങനെ നമുക്ക് രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് ലഭിച്ചു. ഇനി നമുക്ക് നമ്മളുടെ കൺസ്ട്രെയിൻസ് നോക്കാം. ഈ കൺസ്ട്രെയിൻസിൽ x1 x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4
2x1 പ്ലസ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ഈ കിട്ടിയേക്കുന്ന രണ്ട് ലൈൻസിന്റെ ബിലോ പോർഷൻ ആണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ. അതായത് രണ്ട് ലൈൻസിന്റെയും ബിലോ പോർഷൻ. നമുക്ക് ഈ പോർഷനും ഈ പോർഷനും എടുക്കാൻ പറ്റത്തില്ല. കാരണം ഈ ഒരു പോർഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ മുകളിൽ പോകും, ഈ ഒരു പോർഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈനിന്റെ മുകളിൽ പോകും. അപ്പോൾ ഇത് രണ്ടിന്റെയും അടിയിൽ വരുന്ന ഈ ഒരു പോർഷനെയാണ് നമ്മളുടെ ഫീസിബിൾ റീജിയൻ എന്ന് നമുക്ക് വിളിക്കാവുന്നത്. ദിസ് ഇസ് കോൾഡ് ഫീസിബിൾ റീജിയൻ. നമുക്ക് ഫീസിബിൾ റീജിയന്റെ 4 പോയിന്റ്സും നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഫസ്റ്റ് പോയിന്റ് 00 ആണ്. ഇതിന്റെ അടുത്ത പോയിന്റ് 30 ആണ്. ഈ ഒരു പോയിന്റ് നമുക്ക് നോക്കിയെടുക്കേണ്ടി വരും. ഇത് 2ഉം 2 ആണ്. സോ ദിസ് ഇസ് 2 2 ആൻഡ് ഈ ഒരു പോയിന്റ് 04 ആണ്. അങ്ങനെ നമുക്ക് 4 പോയിന്റ്സ് ലഭിച്ചു. ഇനി ഈ 4 പോയിന്റ്സ് നമ്മളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മാക്സിമം z വാല്യൂ ലഭിക്കും. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഓരോ പോയിന്റ്സിലും ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ z at 0 0, substituting that values here, 7 into 0 plus 6 into 0 is equal to 0. അടുത്തത് z 3 0, 7 into 3 plus 6 into 0 is equal to 21. അടുത്തത് z 2 2, 7 into 2 plus 6 into 2, that is equal to 26. Z 0 4, 7 into 0 plus 6 into 4 equal to 24. നമുക്ക് അറിയേണ്ടത് z മാക്സ് ആണ്. ഇസഡിന്റെ വാല്യൂ, ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ മാക്സിമം വരുന്ന എവിടെ നിന്നാണ് നമ്മൾ നോക്കുന്നത്. ദാറ്റ് ഇസ് അറ്റ് 26, ദാറ്റ് ഇസ് അറ്റ് 2 2. സോ ഇസഡിന്റെ വാല്യൂ 2 2 വരുന്ന പോയിന്റിലാണ് നമുക്ക് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമം വരുന്നത്. സോ അതാണ് നമ്മുടെ സൊല്യൂഷൻ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാനൊരു പ്രാക്ടീസ് പ്രോബ്ലം കൊടുക്കുന്നുണ്ട്, ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. താങ്ക് യു വെരി മച്ച്.